ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലോകഗുരുവായ ശ്രീ ശങ്കരാചാര്യരാൽ രചിക്കപ്പെട്ട സൗന്ദര്യ ലഹരി, അതിലെ 64, 65 ശ്ലോകങ്ങളാണ് ഇന്ന് ഞാൻ ചൊല്ലിയിടാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥവും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരാൻ നോക്കാം. ഇതിൽ 64-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേവിയുടെ നാവിൻ്റെ ഭംഗിയെക്കുറിച്ചിട്ട്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ്, രസനയുടെ മഹത്വം. ഇനി 65-ാമത്തെ ശ്ലോകത്തിലോ ദേവിയുടെ രസന കൊണ്ട്, നാവ് കൊണ്ട് ദേവി ആ ചവയ്ക്കുന്ന ആ താമ്പൂലം, എന്നാൽ ആ താമ്പൂലം തന്നെ പ്രസാദമാണ്. ആ പ്രസാദത്തിൻ്റെ മഹിമയോ അത് വർണ്ണനാതീതവുമാണ്. അപ്പോൾ ദേവിയുടെ താമ്പൂല പ്രസാദത്തെ കുറിച്ചിട്ടാണ് 65-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശ്ലോകം 64 കേൾക്കാം. അവിശ്രാന്തം പത്യൂർ ഗുണഗണകഥാമ്രേഡന ജപാ ജപാ പുഷ്പഛായാ തവ ജനനി ജിഹ്വാ ജയതി സാ യദഗ്രാസീനായാ സ്ഫടികദൃശദച്ഛ വിമയീ സരസ്വത്യാ മൂർത്തിഃ പരിണമതി മാണിക്യ വപുഷാ. 64-ാമത്തെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം വിവരിക്കുകയാണ്. ഗുണഗണ കഥാമ്രേഡന ജപ എന്നാൽ ദേവി ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നത് ജപമാക്കിയിരിക്കുന്നു. ആരുടെ ഗുണഗണങ്ങളാണ് ദേവി വർണ്ണിക്കുന്നത്? ദേവി എപ്പോഴും ദേവിയുടെ പതിയുടെ ഗുണഗണങ്ങളാണ് വർണ്ണിക്കുന്നത്. അതായത് ശിവനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതാണ് ദേവിയുടെ തിരുനാവ് എന്ന് പറയുന്നത്. തപ സ്വാജിഹ്വാ അവിശ്രാന്തം എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരുനാവ് എപ്പോഴും നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത് പത്യു ഗുണഗണ കഥാമ്രേഡന ജപ, പതിയുടെ ഗുണഗണങ്ങളാണ്. ജപാ പുഷ്പഛായ എന്ന് പറഞ്ഞാല് ദേവിയുടെ നാവിന്റെ ശോഭയാണ്. അത് ചുവന്ന ചെമ്പരത്തിപ്പൂവിന്റെ ശോഭയാണ്. യദഗ്രാസീനായാം എന്ന് പറഞ്ഞാല് ഏതൊരു നാവിന്റെ അഗ്രത്തിലാണോ സരസ്വതി വസിക്കുന്നത്. അതായത് സ്വതവേ തന്നെ അമ്മയുടെ നാവ് ചുവപ്പ് നിറാണ്. ഈ നാവിന്റെ അഗ്രഭാഗത്താണ് സരസ്വതി ദേവിയുടെ ആവാസം. സരസ്വതി ദേവി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന രൂപം നല്ല വെളുത്ത സാരിയൊക്കെ ഉടുത്തിട്ടുള്ള ഒരു രൂപമാണ്. അതായത് വെളുത്ത സ്ഫടികം പോലെയാണ് സരസ്വതി ദേവി. സരസ്വത്യാ സ്ഫടിക ദൃശ ദച്ഛ വിമയി എന്ന് പറഞ്ഞാല് ആ സരസ്വതി ദേവിയുടെ സ്ഫടികം പോലെയുള്ള സ്വച്ഛമായതായിട്ടുള്ള ആ വെളുത്തമായിട്ടുള്ള രൂപം, ആ രൂപം. എന്നാൽ ദേവിയുടെ നാവിന്റെ തുമ്പത്തിരിക്കുമ്പോ സരസ്വതി ദേവിയുടെ രൂപം വെളുപ്പല്ല, പകരം മാണിക്യ വപുഷ, മാണിക്യം പോലെ ചുവന്ന് തിളങ്ങുന്ന ശരീരമായിട്ട് മാറുന്നു. ദേവി സദാ ശിവന്റെ തിരുനാമങ്ങൾ ജപിക്കുകയും ഗുണഗണങ്ങൾ വർണ്ണിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടും കൂടി ദേവിയുടെ നാവ് ചുവന്നിരിക്കുകയാണ്. ഈ ചുവന്ന നാവിന്റെ തുടുപ്പ് അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സരസ്വതി ദേവിയിലും പ്രതിഫലിച്ച് ആ വെളുത്ത സ്ഫടിക നിറം ചുവപ്പായി മാറിയിരിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിന്റെ സാരം. അമ്മേ ദേവി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. 65-ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നാലോ. രണീജിത്വാ ദൈത്യാനപഹൃതശിരസ്ത്രൈകവചിഭിർ നിവൃത്തൈശ്ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശിവിശദ കർപ്പൂര ശകലാ വിലീയന്തൈ മാതസ്തവ വദനതാംബൂല കബളാ. 65-ാമത്തെ ശ്ലോകം ദേവിയുടെ താമ്പൂല പ്രസാദത്തെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അമ്മയുടെ താമ്പൂലം, നമ്മൾ ലളിതാ സഹസ്രനാമത്തിലും ദേവിയെ വർണ്ണിക്കുമ്പോൾ പറയുന്നുണ്ട് താമ്പൂല പൂരിതമുഖി. ദേവി എപ്പോഴും താമ്പൂലം ചവച്ചുകൊണ്ടിരിക്കും. ദേവി അന്നപൂർണേശ്വരി ആണെങ്കിലും ദേവിക്ക് ഭക്ഷണമൊന്നും വേണ്ട. ദേവി നമുക്ക് മക്കൾക്ക് അന്നം നൽകുന്നു.
എന്നാൽ ദേവി ഉണ്ണുന്നതിനെ കുറിച്ച് ചിന്തിക്കാറേയില്ല. ഭക്തരുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അമ്മ അവര് സന്തോഷമായിട്ട് നിവേദ്യമായിട്ട് നൽകുന്നത് എന്തും സ്വീകരിക്കുന്നു. അമ്മയ്ക്ക് ആഹാരം വേണമെന്നേ ഇല്ല. പക്ഷേ സദാ സുമംഗലി ലക്ഷണമായിട്ടുള്ള ആ താമ്പൂല ധാരണം, ആ താമ്പൂലം ചവച്ചുകൊണ്ടിരിക്കുക, അതാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം. അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി അമ്മയ്ക്ക്. ഈ ശ്ലോകത്തിൽ പറയുന്നു അപഹൃത ശിരസ്ത്രൈഹി, അതായത് തലപ്പാവുകൾ ഊരിയെടുത്ത് കവചഭിഹി, കവചമണിഞ്ഞവരായിട്ടുള്ള നിവൃത്തൈഹി, യുദ്ധത്തിൽ നിന്ന് വിരമിച്ച ചണ്ഡാശ ത്രിപുരഹര, ചണ്ഡികേശ്വരാംശമായ ആ നിർമാല്യ വിമുഖൈ, അതായത് ചണ്ഡികേശ്വരാംശമായ ശ്രീ പരമേശ്വരന്റെ നിർമാല്യത്തിൽ വിമുഖരായിട്ടുള്ള വിശാഖേന്ദ്രോപേന്ദ്രൈ, വിശാഖ, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, അതായത് വിശാഖം എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് ദേവിയുടെ പുത്രനായിട്ടുള്ള ഷൺമുഖനെ, സ്കന്ദനെ കുറിച്ചിട്ടാണ്. അപ്പോ സ്കന്ദൻ, ഇന്ദ്രൻ, വിഷ്ണു. ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാല് വിഷ്ണു എന്നാണ് അർത്ഥം. കാരണം അതിഥിയുടെയും കശ്യപന്റെയും മകനായിട്ട് ഭഗവാൻ വാമന അവതാരം എടുത്തു. അപ്പൊ ആ വാമന മൂർത്തി എന്ന് പറയുന്നത് ഇന്ദ്രന്റെ അമ്മയും അച്ഛനും കൂടിയാണ് കശ്യപനും അതിഥിയും. അപ്പോ ഇന്ദ്രന്റെ സഹോദരനായിട്ടാണ് വാമന അവതാരം എടുത്ത് ഭഗവാൻ വരുമ്പോ അദ്ദേഹത്തിന് ഉപേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പേര് കൂടി സിദ്ധിച്ചു. അപ്പൊ ഈ ഷൺമുഖനും ഇന്ദ്രനും ഉപേന്ദ്രനായ മഹാവിഷ്ണുവും കൂടി ആരടുത്തേക്കാണ് പോകുന്നത്? താമ്പൂല ചർണവം, അതായത് താമ്പൂല ചവച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. എന്തിനാണ് പോകുന്നത്? അവരെവിടെ നിന്നാണ് വരുന്നത്? യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്. താരകാസുരനെ നിഗ്രഹിച്ചിട്ട് കവചം ഊരി അഴിക്കാൻ വളരെ തത്രപ്പെട്ടിട്ട് തലപ്പാവ് ഊരിക്കളഞ്ഞു. എന്നാൽ കവചമൊന്നും ഊരി അഴിക്കാതെ ഓടി അമ്മയുടെ അടുത്ത് വരികയാണ് സ്കന്ദനും ഉപേന്ദ്രനും ഇന്ദ്രനും കൂടി അമ്മയുടെ ഈ താമ്പൂലത്തിന്റെ ഉച്ഛിഷ്ടം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അമ്മ അത് സന്തോഷത്തോടു കൂടി മക്കൾക്ക് കൊടുക്കാനും നിൽക്കുകയാണ്. എന്നാൽ അച്ഛന്റെ പ്രസാദം അത് ഇവർക്ക് ആവശ്യമില്ല. ആ അച്ഛന്റെ പ്രസാദം അച്ഛൻ ആദ്യം കൊടുക്കുന്നത് ആർക്കാണെന്ന് അറിയാമോ? ഭഗവാന്റെ പരമഭക്തനായ ചണ്ഡികേശ്വരനാണ് ശിവന്റെ പ്രസാദ ബാക്കിയില് പ്രഥമാവകാശം എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിൽ നമ്മളെപ്പോലെ മനുഷ്യനായിട്ട് ജന്മം എടുത്തിട്ട് ഭക്തി വിശേഷം കൊണ്ട് ഈ ശിവകുടുംബത്തില് ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യനോടൊപ്പം 5ാം സ്ഥാനം നേടിയിട്ടുള്ള ആളാണ് ചണ്ഡികേശ്വരൻ. പഞ്ചമൂർത്തി പുറപ്പാട് എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഈ 5 പേര് ഉത്സവങ്ങളിൽ ആഘോഷമായിട്ട് എഴുന്നള്ളിക്കാറുണ്ട്. അത്ര മഹിമ നേടിയ ശിവഭക്തന്റെ പ്രസാദം, അതായത് ശിവൻ തന്റെ പ്രസാദം ഉച്ഛിഷ്ടം ഭക്തനായ ചണ്ഡികേശ്വരന് കൊടുക്കുന്നു. അപ്പൊ ആ ഭക്തോത്തമനായിട്ടുള്ള ശിവഭക്തന്റെ പ്രസാദം അതിന് ഇരട്ടി മഹിമയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്നാൽ ആ പ്രസാദം ശിവകുമാരനായ സ്കന്ദനോ ഉപേന്ദ്രനോ ഇന്ദ്രനോ വേണ്ട. എന്നാൽ അവര് കഴിക്കാനായിട്ട് വിമുഖത കാട്ടിയിട്ട് എവിടേക്കാണ് പോകുന്നത്? അമ്മ ദേവി വാത്സല്യത്തോടു കൂടിയിട്ട് നൽകുന്ന താമ്പൂല ഉച്ഛിഷ്ടം, അതാണ് അവർക്ക് വേണ്ടത്. പരമമംഗളാണ് ഈ താമ്പൂല പ്രസാദം. അതുകൊണ്ടാണ് അവര് വേഗം അത് സ്വീകരിക്കാൻ പോകുന്നത്. ഈ താമ്പൂലം എന്ന് പറഞ്ഞാൽ എന്താ? വെറ്റില. വെറ്റിലയുടെ പ്രത്യേകത എന്താ? പൂവോ കായോ ഒന്നും ഇല്ലാത്തതാണ് വെറ്റില. വെറും ഇല മാത്രമേ ഉള്ളൂ. വെറ്റില, വെറ്റ് ഇല. വെട്രി എന്ന് പറഞ്ഞ തമിഴിൽ എന്താ അർത്ഥം? നല്ല വിജയം എന്ന് പറയുന്നത്. വിജയം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വിജയ വീരന്മാരായി വന്ന കുട്ടികളെ അമ്മ വെറ്റില പ്രസാദം നൽകി തന്നെ വേണം സ്വീകരിക്കണ്ടേ. അപ്പൊ വെട്രി ഇല എന്ന് പറഞ്ഞാല് ആ വീരന്മാരായിട്ട് വന്ന തന്റെ മക്കളെ അമ്മ ആ വിജയപ്രസാദം നൽകിയാണ് അമ്മ അനുഗ്രഹിക്കുന്നത്. എന്തിനാണത്? ഭാവിയിലും വിജയവീരന്മാരായി വിളങ്ങാൻ. അതൊരു ആശീർവാദമാണ്. പക്ഷെ ആചാര്യൻ ഇത്തരം ഫലം ഒന്നും തന്നെ ഈ താമ്പൂലത്തിന് ഇവിടെ പറയുന്നില്ല. അമ്മയുടെ തിരുവായിലെ താമ്പൂല ഉരുളകളാക്കി വിശാഖൻ, അതായത് സ്കന്ദൻ, ഇന്ദ്രൻ, ഉപേന്ദ്രന്മാർ വിഴുങ്ങുന്നു അല്ലെങ്കിൽ കഴിക്കുന്നു എന്ന് മാത്രമേ ഈ ശ്ലോകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ അതിന്റെ അർത്ഥം, അതിന്റെ സാരമാണ് ഞാൻ പറയുന്നത്. ആ വെറ്റില പ്രസാദത്തിന്റെ മാഹിമയാണ് ഞാൻ ഈ വാക്കുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ വീരന്മാർക്കുള്ള പ്രസാദമായിട്ടാണ് അമ്മയുടെ ഈ താമ്പൂല ഉച്ഛിഷ്ടം നൽകിയത്. അത് പരമജ്ഞാനപ്രദമാണ്,
സർവശക്തിപ്രദമാണ്, സർവ ഐശ്വര്യപ്രദമാണ്. അതുകൊണ്ട് അമ്മ ദിവ്യപ്രസാദം നൽകി അമ്മയുടെ മക്കളെ അനുഗ്രഹിച്ചു എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അമ്മേ ജഗന്മംഗളെ, ആ താമ്പൂല പ്രസാദം അത് നമ്മൾക്ക് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവോ എന്തെങ്കിലും? അമ്മയുടെ ആ താമ്പൂല പ്രസാദം, ദേവിയുടെ ഈ താമ്പൂല ഉച്ഛിഷ്ടം നമ്മൾ കഴിച്ചാൽ കവിത്വ സിദ്ധി ഉണ്ടാകുമെന്നാണ് പൊതുവെ പറയുന്നത്. കാളിദാസൻ, കാളമേഘ പുലവൻ, മൂകകവി എന്നിവർക്കൊക്കെ അമ്മയുടെ ഈ താമ്പൂല പ്രസാദം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉജ്ജയിനിലെ മഹാകാളി ക്ഷേത്രം, ജംബുകേശ്വരത്തിലെ അഖിലാണ്ടേശ്വരി ക്ഷേത്രം, കാഞ്ചി കാമാക്ഷി അമ്മൻ ക്ഷേത്രം എന്നിവരുടെയൊക്കെ താമ്പൂല പ്രസാദം ലഭിച്ചതുകൊണ്ടാണ് ഈ പറഞ്ഞവരൊക്കെ മഹാകവികളായി മാറിയത് എന്നൊരു വിശ്വാസമുണ്ട്. ആ താമ്പൂല പ്രസാദം അമ്മ മക്കളായ ഭക്തരായ നമുക്കും നൽകട്ടെ, അതിനുള്ള ഭാഗ്യം നമുക്കും ഉണ്ടാവട്ടെ. ആ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.